അപ്പോൾ ഹലോ ഗായ്സ്, നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു കേരള സ്റ്റൈൽ ചിക്കൻ കറിയാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനാവശ്യമായിട്ട് 1 കിലോ ചിക്കൻ, 2 സവോള, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 2 തക്കാളി അടിച്ചെടുത്തത്, കുരുമുളക് പൊടി, ചിക്കൻ മസാല, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് ഓയിൽ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് 2 അരിഞ്ഞു വെച്ച സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി വരാനായിട്ട് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിക്കാം. അടുത്തതായിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി വരണം. നല്ലൊരു വാടിയ പോലെ ആവണം. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി നമ്മൾ അടിച്ചു വെച്ചേക്കണത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ആ സ്മെല്ലൊക്കെ തക്കാളിയുടെ പച്ചമണം മാറിയിട്ടൊന്ന് മൂത്ത് വരും. അതിൻ്റെ ഒരു പാടൽ മാറി കഴിയുമ്പോൾ തന്നെ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ആഡ് ചെയ്യാം. ഗരം മസാല, നമ്മുടെ സാധാരണ മസാലപ്പൊടി നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം നമ്മുടെ ചിക്കൻ മസാല ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, അത് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. അതൊന്ന് വാടിയതിൻ്റെ പച്ചമണം മാറുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വാടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ അതിൽ. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്തൊന്ന് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും മസാല പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ റെസിപ്പി എങ്ങനെയുണ്ടെന്നൊന്ന് അറിയിക്കണം. നന്നായിട്ട് ചിക്കൻ ഒന്ന് യോജിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം അതൊന്ന് അടച്ച് വെക്കാം. അത് വേവാനായിട്ടുള്ള ടൈം കൊടുക്കാം നമുക്കതിൽ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് ഈ പരിവായിട്ടുണ്ടാവും. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിങ്ങനെ വേവിച്ചെടുക്കാം. ചിക്കൻ ഏകദേശം കുക്കായിട്ടുണ്ടാവും. അതിനുശേഷം ലാസ്റ്റായിട്ട് നമ്മുടെ മല്ലിയില അതിലേക്ക് തൂക്കി കൊടുക്കാം ടേസ്റ്റിന് വേണ്ടി. ലാസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്തെടുക്കേണ്ടത് അതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. രുചികരമായ ചിക്കൻ കറി റെഡി.